കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തോട്ടര, കൂട്ടിലക്കടവ്, പൊമ്പ്ര പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന കാഞ്ഞിരക്കടവ് തൂക്കുപാലം കടുത്ത ശോചനീയാവസ്ഥയിൽ. പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് മുൻ വാർഡ് മെമ്പർ ഇ.പി. ബഷീർ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിനെയും 7-ാം വാർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലം തകർന്നിട്ട് വർഷങ്ങളായി. 2018-ലെ പ്രളയസമയത്ത് പുഴയിലൂടെ ഒലിച്ചു വന്ന വൻമരം ഇടിച്ച് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു. എന്നാൽ പ്രളയം കഴിഞ്ഞ് 8 വർഷത്തോടടുക്കുമ്പോഴും തകർന്ന ഭാഗം അതേപടി നിലനിൽക്കുകയാണ്. നിലവിൽ പാലത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത രീതിയിൽ തുരുമ്പ് പിടിച്ച് നാശോന്മുഖമായ അവസ്ഥയിലാണ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പ്രദേശവാസികൾ നിത്യേന ആശ്രയിക്കുന്ന ഏക യാത്രാമാർഗമാണിത്. ജീവൻ പണയം വെച്ചാണ് കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർ ഇപ്പോൾ ഇതിലൂടെ കടന്നുപോകുന്നത്. മുമ്പ് ഇ.പി. ബഷീർ 5-ാം വാർഡ് മെമ്പറായിരുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്ത് അധികൃതർ 2 തവണ ഇവിടെ എത്തി എസ്റ്റിമേറ്റ് എടുത്തിരുന്നെങ്കിലും പിന്നീട് യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അന്നത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറ, അന്നത്തെ ബ്ലോക്ക് മെമ്പറും നിലവിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഷീബ പാട്ടത്തൊടി എന്നിവർ ചേർന്ന് ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇനിയും നിസ്സംഗത തുടർന്നാൽ വലിയൊരു ദുരന്തത്തിന് കാഞ്ഞിരക്കടവ് സാക്ഷിയാകേണ്ടി വരുമെന്നും എത്രയും വേഗം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് യാത്രായോഗ്യമാക്കണമെന്നും ഇ.പി. ബഷീർ ആവശ്യപ്പെട്ടു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തോട്ടര 6-ാം വാർഡിനെയും 7-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന കാഞ്ഞിരായിക്കടവ് തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ട് ഒരുപാട് വർഷമായി. ഏകദേശം 2018 ആ പ്രളയത്തിൽ ഒരു മരം വന്നടിച്ച് തൂക്കുപാലത്തിന്റെ ഒരു സൈഡ് തകർന്നതാണ്. അത് അന്ന് എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലാണ് ഇന്നും ഇത്രയും വർഷമായിട്ടും നിലനിന്ന് പോണത് അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു സൈഡിൽ ശരിക്കും തുരുമ്പ് പിടിച്ച് നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒട്ടനവധി കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ സ്ഥിരവും ഒരുപാട് ആളുകൾ നടക്കുന്ന ഒരു തൂക്കുപാലാണ്. ആ തൂക്കുപാലത്തിൻ്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. ഇത് ഞാൻ മെമ്പറായിരിക്കുന്ന സമയത്ത് 6-ാം വാർഡ്, അന്നത്തെ 5-ാം വാർഡിൻ്റെ മെമ്പറായിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് പോയതാണ്. അതിന് പിന്നെ യാതൊരു വിവരവും കിട്ടിയില്ല. പിന്നെ അന്നത്തെ വൈസ് പ്രസിഡന്റ് സാജിറായൻ അവരും അന്നത്തെ ബ്ലോക്ക് മെമ്പറും ഇന്നത്തെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ ഷീബ പാട്ടത്തൊടി കലക്ടർക്ക് ഒരു പരാതി നൽകി. അതിൻ്റെയും ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. നിലവിൽ എത്രയും പെട്ടെന്ന് ഈ തൂക്കുപാലത്തിന്റെ ഈ ഒരു അവസ്ഥ മാറ്റി ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഒരു വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.